സന്തോഷം സാർ. സാറിനെ എനിക്ക് തോന്നുന്നു 60കൾ മുതൽ സാറ് ചിത്രകലയിൽ വളരെ ഗൗരവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതിനുശേഷം അധ്യാപന രംഗത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ സാറ് മദ്രാസ് സ്കൂളിൽ ചിത്രകലാ പഠനം പൂർത്തിയാക്കുന്നു. പക്ഷേ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ മദ്രാസ് സ്കൂളിൻ്റെ ഒരു സാമ്പ്രദായിക ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സാറിൻ്റെ പ്രാക്ടീസ്. അത് ഒരു തരത്തിലും അതുമായിട്ട് പലപ്പോഴും അങ്ങനെ ഒരു അതുമായിട്ട് വലിയ ചേർച്ച കാണുന്നില്ല പലപ്പോഴും. നേരെ മറിച്ച് കുറേ കൂടി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയും അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജുമാണ് സാറ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് സാറൊന്ന് വിശദീകരിക്കും. ഞാൻ ശരിക്കും ഒരു പ്രൊഫഷണലായിട്ടുള്ള പഠനം തുടങ്ങുന്നത് മാവേലിക്കര രവിവർമ്മ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിലാണ്. 1962 അവിടെ ജോയിൻ ചെയ്തു. അവിടുത്തെ 5 വർഷ പോസ്റ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞുള്ളൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് 5 ഇയേഴ്സ്, പക്ഷേ എനിക്ക് 6 ഇയേഴ്സ് പഠിക്കേണ്ടി വന്നു. 1 കൊല്ലം എക്സാമിനേഷൻ പറ്റി. അങ്ങനെ 6 കൊല്ലം കൊണ്ട് അവിടെ പഠിച്ചിട്ടാണ് അതെല്ലാം പൂർത്തിയാക്കിയിട്ട് പിന്നീടാണ് ഞാൻ മദിരാശിയിൽ പോകുന്നത്. വാസ്തവത്തിൽ മാവേലിക്കര പഠിക്കുമ്പോൾ ആ 60കളിൽ അവിടുത്തെ സൗകര്യങ്ങൾ കുറച്ച് പരിമിതമായിരുന്നു. വാസ്തവത്തിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിലബസ് ഇങ്ങനെ ഫോളോ ചെയ്യുക അല്ലാതെ പക്ഷേ അന്നും അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനത്ത് കോളേജുകളിലൊക്കെ സമകാലികമായിട്ടുള്ള കലയുടെ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ പഠിച്ച് ഒരു പുതിയ തലത്തിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പത്രത്തിൽ കൂടെയും മദിരാശിയിലും മറ്റ് ഡൽഹിയിലൊക്കെ പോയി പഠിച്ച് വന്നവരിലൂടെയൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ പഠിക്കുമ്പോൾ തന്നെ അതർ സ്റ്റേറ്റിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം എന്നുണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ കോളേജുകൾക്ക് ഈ പുതിയ ഒരു ഡിഗ്രി കൊടുക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ പഠിച്ച ചിലർ തന്നെ വെളിയിൽ പോയി പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അത് പോകണം എന്നുള്ള ഇത് വന്നു. ഞങ്ങളുടെ പഠന രീതി അത്ര ഒരു സമകാലികമായിട്ട് എത്തുന്നില്ല എന്നുള്ള ബോധം ഉണ്ടായിരുന്നു അന്ന്. എന്തായാലും അവിടെ പഠിച്ച ഒരുപാട് അക്കാഡമിക് കാര്യങ്ങളൊക്കെ മദിരാശിയിൽ പോയപ്പോഴും അത് പ്രയോജനം വന്നു എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഞാൻ മദിരാശിയിൽ 75 അവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഈ രൂപാകാര പരിവർത്തനങ്ങളെല്ലാം വളരെ മേൽത്തരം രീതിയിലൊരു പരിഷ്കരണങ്ങൾ വന്ന് പൂർത്തീകരിക്കുന്ന സമയമാണെന്ന് വേണം പറയാൻ. കാരണം ഞാൻ 75 അവിടെ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ KCS പണിക്കർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ മലയാളികൾ അധിക പേരും അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച് അദ്ദേഹത്തിൻ്റെ വലിയൊരു സാമ്രാജ്യമായി ഉയർന്നു വന്ന ഈ ചോഴമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി അദ്ദേഹം ചോഴമണ്ഡലത്തിൽ താമസിക്കുന്ന കാലത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരൊക്കെ അവിടെ അന്ന് അധ്യാപകരായിരുന്നു. അത് ആൻ്റോണിദാസ്, സന്താൻ രാജ്, അൽഫോൺസോ എന്നൊക്കെ പറഞ്ഞ് RB ഭാസ്കരൻ, അവരെല്ലാം അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അധ്യാപകരായിരുന്നു. സന്താൻ രാജ് ഞാനവിടെ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് പഠിപ്പിക്കാൻ ഗവൺമെൻറ് നിശ്ചയിച്ച് ഇവിടെ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടുന്നൊരു എന്ന് പറഞ്ഞാൽ മദ്രാസ് കോളേജിലും മറ്റു കോളേജിലൊക്കെ ഒരു പ്രധാന വ്യത്യാസം എനിക്കിപ്പോൾ തോന്നുന്നത്, പെയിൻറ്റിങ്, ശില്പം അല്ലെങ്കിൽ അപ്ലൈഡ് ആർട്ട്, ഈ 3 വിഭാഗം അവിടെ നമ്മുടെ കോളേജിലും അതിൻ്റെ ഒരു വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ അവിടുത്തെ പുതിയ സിലബസ് ഒരു ഓൾ ഇന്ത്യ ബേസിലുള്ളതായിരുന്നു മദ്രാസിൽ. അവിടെ ഈ മെയിൻ സബ്ജക്റ്റ് പെയിൻറ്റിങ് എടുക്കുന്ന ഒരാൾക്കും ഗ്രാഫിക്സ് വിഭാഗം പലതും പഠിക്കണം. കാരണം എച്ചിങ് പഠിക്കണം, ലിത്തോ പ്രിൻ്റ് എടുക്കുന്നത് പഠിക്കണം, സ്ക്രീൻ പ്രിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള പ്രിൻ്റ് മേക്കിംഗ് ആർട്ടും കൂടെ പഠിക്കണമായിരുന്നു. അതുപോലുള്ള വർക്ക്ഷോപ്പ് സബ്ജക്റ്റും പഠിക്കണം. ശില്പം പഠിക്കുന്നവരും പെയിൻറ്റിങ്ങും ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മറ്റ് പല ഐച്ഛിക വിഷയത്തോടൊപ്പം അതിനോടനുബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും പഠിക്കേണ്ട ഒരു കാലമായിരുന്നു. പക്ഷെ അതൊരു വലിയ പ്രയോജനം ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം പല മീഡിയംസ്, ഒരുപാട് മീഡിയങ്ങളുണ്ടല്ലോ ഓരോ ആർട്ട് വർക്കിനും. അത് അപ്ലൈഡ് ആർട്ടിനുമുണ്ട്, പെയിൻറ്റിങ്ങിനുമുണ്ട്, ശില്പത്തിനുമുണ്ട്. അപ്പോൾ അതിൻ്റെ വൈവിധ്യമാർന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം കൂടെ ഒരു പഠനാത്മകമായ രീതിയിൽ ചെയ്ത് പുതിയ ഒരു കല എങ്ങനെ, പുതിയ രൂപഭാവങ്ങൾ, ആവിഷ്കാരങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും സ്വമേധയാ ആലോചിച്ചു പോകുന്ന ഒരു വലിയ സിദ്ധിയാണ് ഈ പുതിയ പഠനത്തിൻ്റെ പുറകിലുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അവിടെ KCS പണിക്കരുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഓൾറെഡി ഈ ഒരു അപഗ്രഥനാത്മക രൂപാവിഷ്കാര രീതി അവിടെ വന്ന് വിജയിച്ച് KCS പണിക്കർ പോലും വേർഡ്സ് ആൻഡ് സിമ്പിൾസിൻ്റെ പുതിയ പദ്ധതികളെല്ലാം ആരംഭിച്ച് അതും കടന്ന് കുറേ കൂടെ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഞാൻ അവിടെ ഉള്ളപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അത്തരം വർക്കുകളുടെ പുരോഗതി എന്താണെന്നൊക്കെ ഒരുപാട് മനസ്സിലാക്കാനുള്ളൊരവസരം വന്നു എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള പഠന സമ്പ്രദായങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടും അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇന്നത്തെ കലയെ സമകാലികമായിട്ട് കണ്ടു കിട്ടാനുള്ള വലിയ ഒരു പ്രോത്സാഹനമായിട്ട് മാറുകയായിരുന്നു എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. പൊതുവേ എനിക്ക് പലപ്പോഴും താല്പര്യം തോന്നിയിട്ടുള്ളൊരു കാര്യം, സാറിൻ്റെ ചിത്രങ്ങളിൽ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഈ രേഖകൾക്കൊപ്പം തന്നെ അതിൻ്റെ നിറവിന്യാസങ്ങൾ, അത് ട്രീറ്റ് ചെയ്യുന്ന രീതി, ഒരു പിക്ടോറിയൽ സ്പേസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സവിശേഷമായിട്ടുള്ള രീതി, ഇതൊക്കെയാണ് പലപ്പോഴും ഈ നമ്മൾ ഈ സമകാലിക കലാകാരന്മാർ പൊതുവേ ഈ വിഷയങ്ങളുടെ പുറകിൽ പോകുമ്പോൾ സാറ് കുറേ കൂടി മാധ്യമത്തിനകത്തുള്ള അന്വേഷണങ്ങളും അതിലെ ചില പരീക്ഷണങ്ങളും അതുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു സമീപനമാണ് കാണുന്നത്. അതെങ്ങനെയാണ് സാറ് വളർത്തിയെടുത്തത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതെ, ഞാൻ മദ്രാസിയിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴുമൊക്കെ ഗ്രാജുവലി എൻ്റെ ക്രിയേറ്റീവ് പ്രധാനമായിട്ടുള്ള വർക്കുകളിലെല്ലാം എന്തെങ്കിലും ഒരു പുതിയ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. അതൊരു നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുടെ ഒരു സ്വഭാവമായിരിക്കാം. പക്ഷേ അതല്ലാത്ത ചിത്ര അല്ലെങ്കിൽ ശില്പകാരന്മാരും ഉണ്ട്. അവർ എന്തെങ്കിലും ഒരു ശൈലി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാതെയൊക്കെ ചെയ്ത ആളുകളുണ്ട്. പെയിൻറ്റിങ് ഇപ്പോൾ നോർത്തിലും സൗത്തിലും ഒക്കെ ഉണ്ട്. ഒരു മാറ്റങ്ങളില്ലാതെ അവർക്ക് അംഗീകാരം കിട്ടിയ ശൈലി തന്നെ പിന്തുടരുന്നതുണ്ട്. പക്ഷെ ഞാനതിനെ ബോധപൂർവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വർക്കുകൾ ഈ ക്രിയേറ്റീവ് പെയിൻറ്റിങ് ഒക്കെ പൂർത്തിയാക്കുമ്പോഴും ആലോചിക്കുന്നത് എന്തെല്ലാം വ്യത്യസ്തതകളാണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ ആവിഷ്കാരത്തിൽ എന്തെല്ലാം കൂടിച്ചേർക്കാം, അങ്ങനെ പുതിയൊരു തലം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴും ആലോചിക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രചാരത്തിലുള്ള ഒരു സെമി അബ്സ്ട്രാക്റ്റ് ഫിഗറേറ്റീവ് അനാലിസിസാണ് സൗത്ത് ഇന്ത്യയിലെല്ലാം, സൗത്ത് ഇന്ത്യയല്ല ഇന്ത്യ മുഴുക്കനും തോന്നിയിട്ടുള്ളത്. പക്ഷേ പലരും പലതിനെ ആശ്രയിച്ചിരുന്നു. ചിലർ ഈ താന്ത്രിക രൂപങ്ങളെ ആവിഷ്കരിച്ച് ചെയ്തവരുണ്ട്. ചിലർ പിന്നെ നമ്മുടെ ഇന്ത്യൻ ശില്പകലയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ രൂപങ്ങൾ പൈതൃക ബിംബങ്ങളൊക്കെ
ചേർത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതേ സമയം ഞാൻ കൂടുതൽ ചിന്തിച്ചത് ഏത് കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഏത് സർഗാത്മകതയുടെ പുറകിലും നമ്മുടെ സ്വന്തം നാടിൻ്റെ ഒരു 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 മണം, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സ്വഭാവം നമ്മുടെ വർക്കിൽ സ്വാഭാവികമായിട്ട് വരുന്നത് നല്ല ഒരു ശീലമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് വലിയ പ്രാധാന്യമർഹിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിരുന്ന കലകളാണ് നമ്മുടെ കേരളത്തിലെ പിന്നെ എന്താണ് തനത് രൂപാവിഷ്കാര ശൈലിയിലുള്ള പഴയ കലാരൂപങ്ങൾ. ഉദാഹരണം കളമെഴുത്തുണ്ട്, കേരളത്തിലെ ചുമർ ചിത്രകലയുണ്ട്, അല്ലെങ്കിൽ കേരളീയ ശില്പവിദ്യകളുണ്ട്, വുഡൻ ശില്പങ്ങൾ, ദാരുശില്പങ്ങളുടെ രീതിയുണ്ട്, വാസ്തുശില്പങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പുതിയ രൂപങ്ങൾ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ആവിഷ്കാരത്തിൽ കൊണ്ടുവരാം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കുറേയൊക്കെ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ശ്രീ കണ്ണൻ പറഞ്ഞു വരുന്ന ഈ രേഖ, ലീനിയറായിട്ടുള്ള കൂടുതൽ പ്രാധാന്യം എൻ്റെ ചിത്രത്തിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ക്വാളിറ്റി എന്നുള്ള നിലയിൽ അത് പുതിയ എൻ്റെ ആവിഷ്കാര രൂപത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ചിലതെല്ലാം ഞാൻ അറിഞ്ഞും അറിയാതെയൊക്കെ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല, അതിനെ ആസ്പദമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗുണമാണെന്ന് തോന്നിയത് കൊണ്ട് ആ ഒരു ലീനിയർ പ്രാധാന്യം ഉണ്ട്. പക്ഷേ എന്നാലും അതിൽ പെയിൻറ്റിങ് എന്നുള്ള നിലയിൽ പെയിൻറ്റ്, കളറ് ആവിഷ്കാര രീതിയിൽ ഒരുപാട് അതിൻ്റെ അടിസ്ഥാനപരമായ മൗലികമായ കാര്യങ്ങളെല്ലാം വളരെ പുതിയ രീതിയിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വേറെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം സാറിൻ്റെ ഈ ചിത്രങ്ങളിലെ നിറങ്ങളുടെ ഉപയോഗമാണ്. ഈ പലപ്പോഴും വളരെ ഓർഗാനിക്കായിട്ടുള്ള ഈ പച്ച പോലെയുള്ള അതിൻ്റെ പല ഹ്യൂസ്, അതുപോലെ തന്നെ വളരെ എർത്ത്ലി ആയിട്ടുള്ള കളേഴ്സ് ആണ് സാറ് പലപ്പോഴും ചിത്രങ്ങളിൽ, അത് തന്നെ ചിത്രത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത് കാണാം പല സമയത്തും. പലതരം ഗ്രഡേഷൻസ് ഒരേ നിറങ്ങളുടെ. അപ്പോൾ ഇത്തരം ആ കളറിൻ്റെ ഒരു ഉപയോഗത്തെ പറ്റി ഒന്ന് സാറൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. നമ്മൾ ഈ ഓയിൽ കളറ്, വാട്ടർ കളറ്, അക്രിലിക് പെയിൻറ്റ് അല്ലെങ്കിൽ പേസ്റ്റൽ കളറ്, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പെയിൻറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക മീഡിയമായിട്ട് തന്നെ കണക്കാക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒരു ചിത്രത്തിൽ വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കോൺട്രാസ്റ്റായിട്ടുള്ള നിറങ്ങൾ പരസ്പരം യോജിപ്പിച്ച് കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കളറുകൾ തമ്മിൽ അങ്ങനെ ഭയങ്കര കോൺട്രാസ്റ്റായിട്ട് നിൽക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കില്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രകൃതിയുടെ ഒരു സവിശേഷത ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള പരമ്പരാഗതമായിരിക്കുന്ന നമ്മുടെ ഈ ചിത്രരൂപങ്ങളിലെ ഇതുകൊണ്ടും ഒക്കെ ആവും. ചില ഭാഗത്തൊക്കെ ഭയങ്കര കോൺട്രാസ്റ്റ്, ബ്ലാക്കിൻ്റെ അടുക്ക തന്നെ യെല്ലോയൊക്കെ വെച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഒരു ഒരു ഗ്രഡേഷൻ ഓഫ് ചേഞ്ചാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വാസ്തവം പറഞ്ഞാൽ അതൊരു 3 ഡയമെൻഷണൽ ഇഫക്റ്റിന് വേണ്ടിയല്ല. നേരത്തെ കണ്ണൻ പറഞ്ഞതുപോലെ ഒരു ഓർഗാനിക് അറ്റ്മോസ്ഫിയർ വരട്ടെന്ന് വിചാരിച്ച് തന്നെയാണ്. ശരിയാണ്, നമുക്ക് പുറത്തേക്ക് നോക്കിയാലും നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളൊന്നും ഈ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ പ്രകാശം വന്ന് പരന്നതിൽ റിഫ്ലക്റ്റ് ചെയ്തിങ്ങനെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചിത്രം മുഴുവനായും ഒരു പ്രേക്ഷകന് വളരെ സന്തോഷകരമായിട്ട് അത് ലയപൂർണമായിട്ട് കണ്ണിന് കഴിവതും സുഖം തരുന്ന ഒരു ഹാർമണിയോടുകൂടി കണ്ടു തീർക്കാനുള്ള രീതിയിലുള്ള ലയനം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഒരു യെല്ലോ കളറ് ചെയ്യേണ്ടിടത്ത് അതിൻ്റെ ഒരു ഷെയ്ഡ് ഫോം അല്ലെങ്കിൽ അടുത്തൊരു ടോൺ വന്നാൽ ഉടനെ ഞാനൊരിക്കലും ബ്ലാക്ക് ഉപയോഗിക്കില്ല.
പകരം ഞാനൊരു ഓറഞ്ച് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീന് അങ്ങനെയൊക്കെയുള്ളതല്ല വരും. അതൊരു എൻ്റെ ഒരു സവിശേഷത എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര കോൺട്രാസ്റ്റോടു കൂടി ചെയ്ത് വളരെ ബ്രൈറ്റായിട്ട് എത്ര ദൂരെ നിന്നാലും കണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവായിരിക്കും. പക്ഷേ ഞാനീ പറയുന്ന ഒരു 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 വളരെ താളാത്മകമായിട്ടുള്ള ഒരു 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 സുഖകരമായിരിക്കുന്ന ഒരു ലയം എപ്പോഴും ഒരു ഗ്രാജുവൽ ഗ്രഡേഷൻ ഓഫ് കളേഴ്സിൻ്റെ ആവിഷ്കാരമായിരിക്കും എന്നുള്ളത് എനിക്കൊരു ഒരു ഒരു എൻ്റെ ചിത്രങ്ങളിലെ ഒരു മൗലികത തന്നെയാണ്. അപ്പോൾ അതെല്ലാം കുറച്ചൊക്കെ നമുക്ക് പാരമ്പര്യ രീതിയിലുള്ള ഇതുകൊണ്ടാവാം. പക്ഷേ ബ്ലാക്കിൻ്റെ അടുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ബെൻഡ് അമ്പർ എന്ന് പറയുന്ന ഒരു ഒരു ബ്രൗൺ കളർ ചേർക്കാം. അതിന് വലിയ കോൺട്രാസ്റ്റ് വരത്തില്ല. അപ്പോൾ അതിനെ പല കളറ് അടുത്തടുത്ത് ചെയ്തതിനെ ഒരു എന്താണ് ലഘൂകരിച്ച ഷെയ്ഡാക്കി മാറ്റിയൊക്കെ നമുക്ക് മാറ്റി അതിനെ ആ ബ്ലാക്കിൻ്റെ കൂടെ സുഖകരമാക്കി കൊണ്ടുവരുന്ന രീതിയൊക്കെ വാസ്തവത്തിൽ അതൊരു പിന്നെ നല്ല പരിശീലനം അത് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൂടുതൽ മനസ്സിലാവും. അതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ വേറൊരു കാര്യം, നമുക്കെപ്പോഴും നമ്മുടെ ഒരു മനസ്സിൽ നമ്മളൊരു കാലികമായിട്ടുള്ള ഒരു 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 നമ്മുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണ്, നമ്മളൊരു പുതുമ വരുത്തുകയാണ്. അപ്പോൾ നമുക്ക് പഴയ പണ്ടത്തെ രീതികളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറണം എന്നൊക്കെ തോന്നുന്ന സമയം വരുമ്പോൾ നമുക്ക് ചില ഇത്തരം കോൺട്രാസ്റ്റിനൊക്കെ കൂടുതൽ കാഠിന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിരിക്കും. അത്രയേ ഉള്ളൂ. ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതി കൊണ്ടുവന്ന് ഈ ആസ്വാദകരെ അല്ലെങ്കിൽ ചിത്രകാരന്മാരെ അല്ലെങ്കിൽ എനിക്ക് തന്നെത്താനെ അത് കണ്ട് മനസ്സിലാക്കണം. അതിലൊരു എന്തോ ഒരു പഴയതിൽ നിന്നൊരു വ്യത്യസ്തതയുണ്ട്, രൂപത്തിന് വ്യത്യസ്തതയുണ്ട്, നിറത്തിന് വ്യത്യസ്തതയുണ്ട്. അല്ലാതെ ഞാനൊരു തുടർന്ന് വരുന്ന ഒരു രീതിയിൽ മാത്രമാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും എനിക്കും തോന്നാൻ പാടില്ല, എൻ്റെ ചിത്രങ്ങൾ കാണാൻ വരുന്നവർക്കും തോന്നരുത് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് അതിനെക്കുറിച്ച് പറയാനാവുന്നത്. സാറ് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആധുനികതയുടെ കാര്യം, മലയാളത്തിലെ ആധുനികത ഈ എഴുത്തുകാരിലൂടെയാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ കലാകാരനിലൂടെ അല്ലെങ്കിൽ ചിത്രകാരനിലൂടെ വന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ സാറ് പ്രത്യേകിച്ചും ആധുനികതയുടെ ആ ഘട്ടത്തിൽ കടന്നു വന്ന ഒരാൾ, അതിൻ്റെ ആധുനിക പൂർവ്വ അല്ലെങ്കിൽ ആധുനികതയ്ക്ക് ശേഷം വരുന്ന ഒരു ഘട്ടത്തിൽ വളരെ ആക്റ്റീവായിട്ട് ചിത്രകലയിൽ ഇടപെട്ട ആളെന്ന നിലയിൽ എന്താണ് സാറിൻ്റെ ഒരു പ്രതികരണം? പിന്നെ ഈ പറയുന്ന മാതിരി തന്നെ എൻ്റെ ചിത്രങ്ങളിലും പിന്നെ ഈ സെമി അബ്സ്ട്രാക്റ്റ് എന്നുള്ളത് കഴിഞ്ഞ് നല്ല അബ്സ്ട്രാക്റ്റ് ഒരു രീതികളും ഉണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് നമ്മൾ ഈ നമ്മുടെ തുടർന്ന് വരുന്ന ഒരു രചനാരീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുത്തണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയാണ് ആളുകൾ വ്യത്യസ്തമായി ചെയ്യുന്നതെന്ന് പഠിക്കുന്നത്. ഭാഗ്യത്തിന് നമുക്കിപ്പം ഒരുപാട് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ വളർന്നതോടുകൂടി നമുക്ക് വേൾഡ് മുഴുക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഏത് രാജ്യത്തിരുന്നും അറിയാൻ സാധിക്കും. കേരളത്തിലും പറ്റും, ഇന്ത്യയിലിവിടെയും പറ്റും, ഈ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തതോടുകൂടി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വേൾഡ് മാസ്റ്റേഴ്സായിട്ടുള്ള കോണ്ടംപററി ആയാലും പിന്നെ പണ്ടത്തെ ആയാലും ഒക്കെയുള്ള കലാകാരന്മാർ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻസും അവരുടെ വ്യത്യസ്തതയുമൊക്കെ നമുക്ക് വളരെ നേരിട്ട് കാണുന്നത് പോലെ നമ്മുടെ ഈ ഇലക്ട്രോണിക് സാധ്യത കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കും തീർച്ചയായിട്ടും അതിൽ നമുക്കും പങ്കുചേരണം തോന്നും. അതുകൊണ്ടാണ് ഈ അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ ഒരുപാട് മൗലികമായിട്ടുള്ള സംഭാവനകളുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ചിത്രീകരണങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ സാഹിത്യത്തിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ അബ്സ്ട്രാക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ സിനിമയിൽ എങ്ങനെ വന്നു? നമുക്കറിയാമല്ലോ, സിനിമയിൽ വലിയ പുതുമ വന്നപ്പോഴൊക്കെ തിയേറ്ററിൽ ആളുകൾ കുറഞ്ഞു.
ചിത്രത്തിലൊക്കെ ഒരു മോഡേൺ യുഗമാണ്, അത് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ ചിത്ര പ്രദർശനങ്ങൾ വന്നാൽ ആൾ കുറയുന്നു. മോഡേൺ ആർട്ടാണ്, അത് പ്രയാസമാണ്, ദുർഗ്രഹമാണ്, മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ കലയുടെ ഉന്നമനത്തിനുള്ള അടിസ്ഥാന കാര്യങ്ങളാണെന്ന് ഒരുപാട് പേർ വാസ്തവത്തിൽ ഈ സാഹിത്യകാരന്മാരും ഈ ചലച്ചിത്രകാരന്മാരും ചിത്രകാരന്മാരും ശില്പികളും ഒക്കെ പലവരും പറഞ്ഞതിന് ശേഷമാണ് ഇത് ജനങ്ങൾക്ക് പൊതുവെ ബോധമാകുന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഈ പുതിയ ചിത്രങ്ങളാണ് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നയന സംസ്കാരം നമുക്ക് വേണമെന്ന്. ഒരുപാട് ചിത്രങ്ങൾ കാണണം, പുതിയ ചിത്രങ്ങൾ കാണണം, പുതിയ ചിത്രകാരന്മാരുടെ മാറ്റങ്ങൾ എന്താണെന്നൊക്കെ അറിയുകയൊക്കെ വേണം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ ഓരോ രാജ്യത്തുള്ള ആളുകൾക്ക് ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെ അവരുടെ കലകളിൽ ഉണ്ടാകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ സംവിധായകർ പോലും ഈ ചിത്രകലയിലെ പുതിയ നൂതന കണ്ടുപിടുത്തങ്ങളൊക്കെ ആരാധിക്കുന്നവരുണ്ട്. തിരിച്ച് ചിത്രകാരന്മാരിൽ പലരുമുണ്ട് സിനിമയിലെ നൂതനതകൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിലും കവിതകളിലും ഒക്കെ കൊണ്ടുവരുന്ന പുതിയ പുതിയ വ്യത്യാസങ്ങളും നൂതനതകളും ഒക്കെ നമ്മുടെ ഈ നവീന എല്ലാ കലകളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് പേര്. അപ്പോൾ ഇങ്ങനെ പാരസ്പര്യമാണ്, ഓരോ കലകളുടെയും ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു പാരസ്പര്യം വരുമ്പോൾ കവിതയിലെ നൂതനത്വം നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. അംഗീകരിക്കുകയല്ല, പക്ഷെ ചിലർ പറയുന്നുണ്ട്, ചില ചലച്ചിത്രകാരന്മാർ വലിയ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളത് എൻ്റെ ചിത്രം, എൻ്റെ സിനിമ ഒരു പെയിൻറ്റിങ് പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഈ ചലച്ചിത്രത്തെക്കാളും ഉയർന്നു നിൽക്കുന്ന ഭാവമാണ് പെയിൻറ്റിങ്ങിനെന്നുള്ളതാണ് വ്യക്തം. കവികൾ പറയുന്നുണ്ട്, എൻ്റെ കവിതയിൽ ഒരു പുതിയ ആധുനിക ചിത്രം പോലെ വരണമെന്ന് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രം വരയ്ക്കുന്നവരും പറയും, എൻ്റെ ചിത്രം ഒരു നല്ല കവിത പോലെ തോന്നണമെന്ന്. ഇതെല്ലാം തന്നെ ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണെങ്കിലും ഈ കലയുടെ പാരസ്പര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലെ മൗലികതയാണ് അവിടെ വെളിവാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിലും പുതുമകൾ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മാറേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇന്നത്തെ കാലത്തെ ഒരു പ്രത്യേകത. ഇന്ന് പുതിയ പുതിയ വെസ്റ്റേൺ കൺട്രീസിലെ ഒരുപാട് കലാപ്രസ്ഥാനങ്ങൾ വന്ന കാര്യം നമുക്കറിയാമല്ലോ. 10-20 ഇസങ്ങൾ പ്രസ്ഥാനങ്ങൾ വന്നു, ഇൻസ്റ്റലേഷൻ വന്നു, ജനകീയ കല വന്നു, ജനപ്രചാര കല വന്നു എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിലും എല്ലാ സർഗാത്മക പ്രക്രിയയിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കും ചിത്രകലയിലും ശില്പകലയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യം തന്നെയാണ്. കാരണം എനിക്ക് പറയാൻ സാധിക്കണം, ഞാനിന്ന് വരയ്ക്കുന്ന ഈ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കെല്ലാം കൊടുക്കേണ്ട ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പ്രത്യേകതയോടെ കൂടി ആളുകൾ വീക്ഷിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്, പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിത്രത്തിൽ എൻ്റേത് മാത്രമായിട്ടുള്ള ഒരു സംഭാവന അതിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ദൗത്യം. പക്ഷെ അത് എല്ലാവർക്കും എന്തെല്ലാം സാധിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് പൂർണ്ണമായിട്ട് കിട്ടിയെന്നിരിക്കും, ചിലർക്ക് അങ്ങനെ കിട്ടിയില്ല എന്നും ഇരിക്കും. എന്നാലും നമ്മുടെ ശ്രമം അതാണ്. നമുക്ക് പുതിയൊരു, അല്ലാതെ നമുക്ക് ഈ പരമ്പരാഗത കലകളെ എനിക്ക് ബഹുമാനമാണെങ്കിൽ തന്നെയും പല പരമ്പരാഗത കലകളെയും നമുക്ക് പിന്നെ ഈ പുതുമകളോടെ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ അതിൻ്റെ അടിസ്ഥാനമായ കാര്യം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഉദാഹരണം ഭരതനാട്യം, കേരളീയ ചുമർ ചിത്രകല, അല്ലെങ്കിൽ കുച്ചിപ്പുടി, അങ്ങനെയൊക്കെ ഉള്ളതിനെ, അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് തന്നെ ഉദാഹരണം എടുക്കാം. നമുക്കതിനെ പൂർണ്ണമായിട്ടങ്ങ് മാറ്റി പുതിയൊരു ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ വലിയ പ്രയാസമാണ്. അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് തന്നെ സാധ്യമല്ല. പക്ഷേ നമുക്ക് ഒരുപാട് ആസ്വദിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ചിത്രശില്പകലകൾ, സാഹിത്യവും
ചലച്ചിത്രമൊക്കെ എന്നുള്ളത്. കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി കൂടുതൽ പരീക്ഷണം നടത്തിയാൽ അത് കാണത്തക്ക രീതിയിൽ നമുക്ക് ആ പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ കാണിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഒരു ഒരു കോൺട്രിബ്യൂഷനാണ് ഇന്നത്തെ കലയുടെ. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടൊരു പ്രത്യേകമായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു വലിയ പ്രതിഭാസമായിട്ട് അതിനെ കാണുകയും അതെങ്ങനെ നമുക്ക് എൻ്റെ ചിത്രങ്ങളിൽ അവരവരുടെ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ അവരവരുടെ ശില്പങ്ങളിൽ ഒക്കെ അത് പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കണ്ണൻ, എന്തായാലും വളരെ സന്തോഷം. സാറിൻ്റെ അരനൂറ്റാണ്ടിലധികം നീണ്ട ഒരു കലാപ്രവർത്തനമാണ്. അതിൽ പലതരം പരീക്ഷണങ്ങളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റ് പല ചിത്രകല അധ്യാപകനും കൂടിയായിരുന്നു സാറ്. അത് ചോദിക്കേണ്ടതായിരുന്നു അത്. പക്ഷേ എങ്കിലും അത്തരം ധീരമായിട്ടുള്ള പരീക്ഷണങ്ങൾ സ്വന്തം മാധ്യമത്തിൽ നടത്തിയ ഒരാളെന്ന നിലയിൽ എനിക്കൊന്ന് കുറേ അധികം സംസാരിക്കാനുണ്ട്. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സാർ വിശദീകരിച്ചു. വളരെ സന്തോഷം. വളരെ നന്ദിയുണ്ട്. പിന്നെ ശ്രീ കണ്ണൻ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ കോളേജിൻ്റെ സമീപത്തിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം അധ്യാപകരാണ്. തീർച്ചയായിട്ടും അധ്യാപകർക്ക് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവാൻ ചിലപ്പോൾ ഇതൊരു പരസ്പര ഇതാണ്. ചിലപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ സമയത്താണല്ലോ ഏറ്റവും നല്ല പരീക്ഷണങ്ങളും പരിഷ്കരണങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു വലിയ ത്വര അന്നാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി സമുദായത്തിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമ്മളെ കാണിക്കാനുണ്ടാകും. ചിലപ്പോൾ അധ്യാപകർക്കും അവരുടെ ആ പഠനത്തിൽ പങ്കുചേരാൻ പറ്റും. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രചോദനമായിട്ട് പറയാൻ കോംപ്ലിമെൻ്ററി ആയിട്ട് പലതും ഉണ്ടാകും. അപ്പോൾ നമുക്ക് കലയുടെ അധ്യാപകരായിട്ട് ഇരിക്കാൻ കിട്ടിയത് തന്നെ ഭാഗ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കണ്ണൻ, വളരെ സന്തോഷം.